ഇത് 3,90,000 85 കൊടുക്കലാണ്. 3,90,000 3,85 2020 സിംഗിൾ ഓണർ VXI റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് നമുക്ക് 4,10 കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് 4,10,000 ടൈറ്റാനിയാണ് 2015 സെക്കൻഡ് ഓണർഷിപ്പ്. ഇതേ മാറ്റം വരുത്തി കൊടുക്കാം. ഇത് നമുക്ക് 4,30 ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. 16 വണ്ടി. ശരി, ഇത് നമുക്ക് 1,35 കൊടുക്കാം. നെറ്റ് 2014 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 14 വണ്ടി ഇൻഷുറൻസും ഉണ്ട്. 1,35,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതാണ് നല്ല അടിപൊളി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 5,10 കൊടുക്കാം. 5,10 കൊടുക്കും. ഇൻഷുറൻസ് പുതിയത് അടച്ചിട്ട് നമുക്ക് 2,70,000 രൂപ കൊടുക്കും. 2,70,000 വണ്ടി. 17 വണ്ടി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. ഇത് 4,40 2019 അത് 1 ലിറ്റർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. നമ്മുടെ ഹസൻ ഖാന്റെ റീഡ്രൈവിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോ ഉണ്ടോ. രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് ആദ്യത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ചെറുവണ്ടികൾ കാണിച്ചു തന്നിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ ഇതാ XUV ഉണ്ട്, അതുപോലെ തന്നെ നെക്സോൺ ഉണ്ട്, നമ്മുടെ എക്കോസ്പോർട്ട് മുതൽ കുറച്ച് മിഡ് റേഞ്ച്, അതായത് ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന കുറച്ചധികം വണ്ടികളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് ചെറുവണ്ടികളുണ്ട്. പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള വണ്ടികൾ വില കുറച്ച് കൊടുക്കുന്നതിൻ്റെ കാരണം കംപ്ലൈൻ്റ് ആണ്, ഇടിച്ചാണ്, പറഞ്ഞാണെന്നൊന്നും പറയരുത്. വില കുറച്ച് ഇവർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വില കുറച്ച് വരും. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏത് വണ്ടിയാണെങ്കിലും നല്ലോണം ചെക്ക് ചെയ്തോളാം. ഇവർ ഓൾറെഡി ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു വണ്ടിയിൽ ഒരു സ്ക്രാച്ച് തൊട്ട് എൻ്റെ ഒന്നുമില്ല. എങ്കിലും മേജർ പ്രശ്നങ്ങൾ നോക്കി മാത്രം എടുക്കുക. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും കുറച്ചധികം വണ്ടികളുണ്ട്. വേമേന്ന് ഒന്ന് കാണിച്ചു തരാം. ഹസനൊക്കെയുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മറന്നുകൊണ്ടാ, എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹസൻക്ക് അപ്പം എന്തായാലും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ കൂടുതലും വലിയ വണ്ടികളാണ് അല്ലേ? കൂടുതൽ 2-3 അതായത് വലുത് മീൻസ് ഒരു XUV ടൈപ്പിലുള്ള വണ്ടികളാണ് കൂടുതൽ ഇവിടെ ഉണ്ടാവുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുഴുവൻ ചെറുവണ്ടി കാണിച്ചില്ലേ? അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അയച്ചു കൊടുക്കില്ല. നമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഒന്നും കാണിക്കില്ല, അതൊന്നും അയച്ചു കൊടുക്കാം. നമുക്ക് വേഗം പറഞ്ഞു തീർക്കാം. ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് 2014 W8 സിംഗിൾ ഓണർഷിപ്പ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. ശരി, ഡീസലാണ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.8 ഓടി. 1.8 അതൊന്നും ജെനുവിൻ ആയിരിക്കില്ലല്ലോ. ജെനുവിൻ തന്നെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ? ജെനുവിനാ. നല്ല വലിയ ഓട്ടം ഒന്നും പറയാൻ ക്വാളിറ്റി ഉള്ള വണ്ടിയാ. ഇത് നമുക്ക് എന്തൊക്കെ വില? ഇത് നമുക്ക് 490 2014 നല്ല വൃത്തിയുള്ള വണ്ടി, ക്വാളിറ്റി വണ്ടി. മോശമൊന്നുമില്ല കേട്ടോ. 620 ഇൻഷൂർ ID ഉണ്ട്. അതല്ലേ? പുതിയ 490. അടുത്തത് KL 12 മോഡൽ വയനാട് 12 വണ്ടി. 2012 W8 12 ഫുൾ ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ. അതെ, 170 ഓടിയുണ്ട്. 170 ഓടിയുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? വണ്ടി അത്യാവശ്യം നീറ്റാണ്, വലിയൊരു അപാകതയൊന്നുമില്ല. എന്തൊക്കെ വില? ഇത് നമുക്ക് 3.5 ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് അടച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു 12 മോഡൽ XUV വേണമെങ്കിൽ ഇതാ നിങ്ങൾ മിസ് ചെയ്യേണ്ട. മാക്സിമം കുറച്ച് കൊടുക്കണം കേട്ടോ. മാക്സിമം കുറച്ചിട്ടാണ് എല്ലാ വണ്ടിയും. 2012 കഴിഞ്ഞില്ല. അത് കഴിഞ്ഞു. നിങ്ങളൊന്ന് ഒന്നെടുക്ക്. അത് പുതിയ എടുക്കുകയാണല്ലോ. ഞാൻ ബാക്കിയാ. അപ്പൊ എന്തായാലും നല്ല കൊള്ളാവുന്ന ഒരു XUV 2012 മാക്സിമം വില കുറച്ചിട്ടാ പറഞ്ഞത്. കൊടുക്കും. അതാണ്. ഇനി അടുത്തത് നെക്സോൺ 2018 സിംഗിൾ ഓണർ. 18 സിംഗിൾ ഓണർ അല്ലേ? XM ആണ് സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ പെട്രോളോ? ഡീസലാണ്. 140 ഓടി കറക്റ്റ് കമ്പനി സർവീസ്. 18-40 ഓടി അല്ലേ? നല്ല മൈലേജ് ആണ്. നല്ല മൈലേജ്, 20 കിലോമീറ്റർ മൈലേജ്. ഇതിപ്പോ അപാകതയൊന്നുമില്ല. ഒരു അപാകതയില്ല. സർവീസില്ല വണ്ടി. ഇത് നമുക്ക് 5.10 കൊടുക്കാം. 5.10 കൊടുക്കാം. വരിക, വന്ന് വണ്ടിയുടെ ക്വാളിറ്റി നോക്കി മാത്രം എടുക്കുക. എക്കോസ്പോർട്ട് മൊത്തം 2 ഉണ്ട്. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2015 സിംഗിൾ ഓണർ ടൈറ്റാനിയം. 15 ഫുൾ ഓപ്ഷൻ വണ്ടി ടൈറ്റാനിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയി. റീപ്ലേസോ കാര്യം നല്ല ക്വാളിറ്റി ഇല്ല. കിലോമീറ്റർ 1.4 റീപ്ലേസോ സർവീസ്. 20 മേലെ മൈലേജ് കിട്ടും. 20 മേലെ മൈലേജ് കിട്ടും. എന്തൊക്കെ വില? ഇത് നമുക്ക് 4.10 കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് 4,10,000 ടൈറ്റാനിയാണ് 2015 സെക്കൻഡ് ഓണർഷിപ്പ്. എന്തെങ്കിലും നെഗോഷ്യബിൾ ആവില്ലേ? ഇതേ മാറ്റം വരുത്തി കൊടുക്കാം. അടിപൊളി. അതുപോലെ തന്നെ ഈ വൈറ്റ് ആണെങ്കിൽ 2017 സിംഗിൾ ഓണർഷിപ്പ്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17 അല്ലേ? 17 നല്ല വൃത്തിയുള്ള വണ്ടി. ആംബിയന്റ് ആണ്. ബേസ് മോഡലാണ്. കാര്യങ്ങളൊക്കെ വരും. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 4,15 കൊടുക്കാം. 2017 വണ്ടി ഫുള്ള് ലോൺ ചെയ്തു. 17 ബേസ് ആണേ ഉള്ളൂ, പക്ഷേ 4,15 ഫുള്ള് ലോൺ ചെയ്തു. ഒരു രൂപ മുടക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇതാ ക്യാപ്ചർ 2017 76,000 കിലോമീറ്റർ ഓടി സർവീസിലെ വണ്ടി. അതെ അല്ലേ? 470. നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയിലുണ്ട്. 470 ഫുള്ള് ലോൺ ചെയ്തു. 4,70,000 രൂപ. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ബട്ടൺ സ്റ്റാർട്ടും കാര്യമൊക്കെ വരുന്നത് എല്ലാം വരും അല്ലേ? 470 തരണം ആലോചിക്കണം. ജാസ് 2016 16 ജാസ് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റാണ്, ക്വാളിറ്റി വണ്ടിയാണ്. ഇത് കിലോമീറ്റർ 1.13 ഓടിയുണ്ട്. എന്തൊക്കെ വില? ഇത് നമുക്ക് 4.30 ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചു. 16 വണ്ടി ഡീസൽ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 4.30 എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ ആവില്ല. എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഒരു കിഡ് കിടപ്പുണ്ട്. ഇതാണെങ്കിലോ? കിഡ് 2016 അല്ലേ? 16 ആണ്. RXT ആണ്. ശരി, ഇത് നമുക്ക് പിന്നെ കിലോമീറ്റർ 78,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. എന്താ വില? 1.90 1.90 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. അടിപൊളി. അത് മോശമൊന്നുമില്ല കേട്ടോ.
അതുപോലെ തന്നെ ഇതാണെങ്കിലും 2014, അതായത് നമ്മുടെ റെഡിഗോ അല്ലേ? റെഡിഗോ അല്ലേ? ഗോ ആണ്. 2014 ലിറ്റർ 90,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതായത് 14 90,000 കിലോമീറ്റർ 1.2 വരിക എഞ്ചിന്. സ്വിഫ്റ്റിലൊക്കെ സെയിം പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ആയതുകൊണ്ട് മാത്രം അങ്ങ് മങ്ങിപ്പോയതാ. ശരി, ഇത് നമുക്ക് 1.35 കൊടുക്കാം നെറ്റ്. 2014 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 14 വണ്ടി ഇൻഷുറൻസും ഉണ്ട്. 1,35,000 രൂപ ഇതൊക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതാണ് നല്ല അടിപൊളി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. അതെ. അതെ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് പുതിയുണ്ട്. KUV 2016 K6 ആണ്. 17 K6. 17. ഓക്കെ. K6 എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുള്ളിന്റെ താഴെ വരും. അലവിലല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും. അതെ. ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡീസലോ പെട്രോളോ? പെട്രോളാണ്. അപാകതയോ? അപാകത ഒന്നും അപാകതല്ല. ശരി, എന്തൊക്കെ വില? ഇത് ഇൻഷുറൻസ് പുതിയത് അടച്ചിട്ട് നമുക്ക് 2,70,000 രൂപ കൊടുക്കും. 2,70,000 2017 വണ്ടി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? വണ്ടി അത്യാവശ്യം നീറ്റാണ്, നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളാം. അടുത്തത് വാഗണർ ആണെങ്കിലോ? വാഗണർ 2019 VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. 19 VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. ഓക്കെ. 1.2 ലിറ്റർ വരും. അത്യാവശ്യം നല്ല കൊള്ളാവുന്ന വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കറക്റ്റ് കമ്പനി സർവീസ്. 1 ലിറ്റർ ആണ് കേട്ടോ. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. ഇത് കിലോമീറ്റർ 80,000 കറക്റ്റ് സർവീസും ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. ഇത് 440 2019. അത് 1 ലിറ്റർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. പ്രോപ്പർ സർവീസ് ഓട്ടോമാറ്റിക് വന്ന ഫസ്റ്റ് വണ്ടി ആയിരിക്കും. ഇതാണെങ്കിലോ? ഇത് 2020 VXI 20 ആണ്. മാനുവൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. ഇത് 3,90,000 ആണ്. 85 കൊടുക്കല. 3,90,000 2020 സിംഗിൾ ഓണർ VXI റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഫുള്ള് ലോൺ മാക്സിമം ഇതൊക്കെ എക്സ്ചേഞ്ചിൽ കമ്പനിയിൽ നമ്മൾ എടുക്കണം. 3,85 കൊടുക്കും. 20 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടിപൊളി സാധനം. അത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 90,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. അടിപൊളി, മോശമൊന്നുമില്ല. അത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. ഇതാണെങ്കിലോ? ഇത് 2017 VXI സിംഗിൾ ഓണർഷിപ്പ്. 17 VXI അല്ലേ? VXI സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ ആണ്. മാനുവൽ 65,000 കിലോമീറ്റർ ഓടി. 65 ഓടി. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. KL65 ക്ലീൻ വണ്ടി. എന്തൊക്കെ വില? ഇത് നമുക്ക് 3,55,000 രൂപ. 3,55 17 വണ്ടി. ആള് വന്ന് ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. 20 വണ്ടിക്ക് നിങ്ങൾ 3,55 പറയുന്നത്? 3,55. ഇത് 3,55 ആണ്. അതെ, ഒരു 3,45 വരെ ലാസ്റ്റ് കൊടുക്കും. അതിപ്പോ വേറെ കേസ് ഉണ്ട്. ഇതൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു കുറവുണ്ടല്ലോ അല്ലേ? അപ്പൊ മാക്സിമം വണ്ടി പക്കയല്ലേ? വണ്ടി പക്ക, ഒരു അപാകതയില്ല. അതുപോലെ തന്നെ ഇത് 2015 ഇത് കാണിച്ചു കൊടുത്തിട്ട് പോവാം. ഡസ്റ്റർ ഏതാ മോഡല്? ഡസ്റ്റർ 2013 85. ഇത് 1385 ആണ്. രണ്ടും 85 ആണ്. രണ്ടും 13. ഇത് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 2,90 കൊടുക്കാം. 85 അതാണെങ്കിൽ 3,10 കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? അത് അലവിലും കാര്യമൊക്കെ വരുന്ന വണ്ടിയാണ്. അതായത് രണ്ടും 2013 85 തന്നെയാണ്. വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോളാം. ഇത് 3,10, അത് 2,85 2,90. ഇതിന്റെ 16 ടെറാനോ 85 സിംഗിൾ ഓണർ വണ്ടി ഉണ്ട് നമ്മൾ പോളിഷിലാണ്. അത് നമുക്ക് 4 രൂപ കൊടുക്കാം. 16 സിംഗിൾ ഓണർഷിപ്പ്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഇത് 2015 ലീവ ഡീസൽ കേരള വണ്ടി GD 15 അല്ലേ? 15 സിംഗിൾ ഓണർഷിപ്പ്. അടിപൊളി. വണ്ടി ഓടിയില്ല. എന്തൊക്കെ വില? ഇത് 3,85,000 കിലോമീറ്റർ 1,16 അത്ര ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അടിപൊളി. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഇന്റീരിയർ ഫോട്ടോ അയച്ചു കൊടുക്കണേ. ഒക്കെ അയച്ചു കൊടുക്കാം. എല്ലാം അയച്ചു കൊടുക്കാം. അടുത്തത് ടിയാഗോ. ഇത് ടിയാഗോ 2 ഡീസൽ 2019 18. ഇത് ചെയ്തു കൊടുക്കും. ഇതിപ്പോ സ്റ്റോക്ക് കണ്ടീഷൻ ഇന്നലെ പർച്ചേസ് ചെയ്താണ് 3 വണ്ടി. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? ഇത് 2019 സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ. അതെ. കിലോമീറ്ററോ 1 സംതിങ് ഓടിയിട്ടുണ്ട്. വണ്ടി വൃത്തിയാക്കിയിട്ട് അതേമാതിരി പോളിഷും കാര്യമൊക്കെ ചെയ്ത് കൊടുക്കും. എന്താ വില? ഇത് 3,10 2019 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക. അത് XM ആയിരിക്കും അല്ലേ? XC ആണ്. XC ബേസ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മോശമൊന്നുമില്ല. എനിക്ക് ഡീസൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് XC ആണല്ലേ. ഇതോ? ഇത് 2018 XC. 18 XC അല്ലേ? അലവിൽ 4 പുത്തണ്ടാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പോളിഷ് ഇന്റീരിയർ ചെയ്യാനുള്ള വണ്ടികളൊക്കെ ചെയ്ത് കൊടുക്കും. 18 മോഡലാണ്. 18. കിലോമീറ്ററോ? കിലോമീറ്റർ 1,6 ഓടിയുണ്ട്. 1,6 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എന്തൊക്കെ വില? റീപ്ലേസ് ഇത് 2,90 2,90 ഫുള്ള് ലോൺ ചെയ്തു. 18 വണ്ടി 4 പുത്തണ്ടാറ് ഓടി. സീറോ ഡൗൺ പേയ്മെന്റ്. അതെ, സീറോ ഡൗൺ പേയ്മെന്റ്. അലവിലൊക്കെ കമ്പനി അലവിലാണ്. അതെ. മോശമൊന്നുമില്ല. നല്ല വൃത്തിൻ്റെ ആൾക്കാർ വേണേ നോക്കിക്കോ. അതുപോലെ തന്നെ ഇവിടെ ഒരു എർട്ടിക ഉണ്ടല്ലോ. എർട്ടിക 13 VXI. 13 VXI. കിലോമീറ്ററോ? കിലോമീറ്റർ 1 സംതിങ് ഓടിയുണ്ട്. 2,000 പെട്രോൾ അല്ലേ? അതെ, പെട്രോൾ ആയതുകൊണ്ട്. പെട്രോൾ ആണ്. VXI സൺറൈസ് അടക്കം വരും. ഒന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കും. നല്ല വണ്ടി അല്ലേ? അതെ. എന്തൊക്കെ വില? ഇത് നമുക്ക് 3,35,000 രൂപ കൊടുക്കാം. 3,35 13 VXI അല്ലേ? മോശമൊന്നുമില്ല. നല്ല പ്രൈസ് ആട്ടോ. അതുപോലെ തന്നെ ഇന്നോവ ആണെങ്കിലോ? ഇന്നോവ 2008 V. 2008 മോഡൽ V അല്ലേ? കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. 2008 മോഡൽ V ഒറിജിനൽ കേരള വണ്ടി. ടൈപ്പ് 4 ആക്കിയതാണ്. പുതിയ ഇൻഷുറൻസ് അടിച്ചിട്ട് 3,40 കൊടുക്കാം. 3,40,000 രൂപയ്ക്ക് 2008 പേപ്പർ ഉള്ള വണ്ടി. 28 വരെ പേപ്പർ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും. അടിപൊളി. ഇനി ഇതോ?
ഇത് 2014 G4 ഇന്റർകൂളർ സെക്കൻഡ് ഓണർഷിപ്പ്. റിയാണ് കിലോമീറ്ററോ? കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ. ജെനുവിൻ ആയിരിക്കും. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ പുതിയ CTR ഒക്കെ ചെയ്ത് മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ മൈനറും ഇല്ല. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 740 ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും. അടിപൊളി. 7,40,000 വണ്ടി എടുത്തോണ്ട് പോവാം. അതുപോലെ തന്നെ ഈ റിറ്റ്സോ? ഇത് 2014 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 14 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റിറ്റ്സ് ഇത് പിന്നെ കിലോമീറ്ററോ? കിലോമീറ്റർ 1.18 ഓടിയിട്ടുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എന്താ വില? ഇത് നമുക്ക് ലാസ്റ്റ് 3.30 കൊടുക്കാം. 3.30. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാ അല്ലേ? നല്ല നീറ്റിൽ വണ്ടിയാണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ റിറ്റ്സോ? ഇത് 2012-13 റേസർ. 13 റേസർ വീഡിയോ. ഇതും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. 12 മുതൽ 13 ലക്ഷം അല്ലേ? എന്താ വില? ഇത് നമുക്ക് ലാസ്റ്റ് 2,25,000 പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും. 2,25,000 പുത്തൻ ഇൻഷുറൻസോട് കൂടിയിട്ട് എടുത്തോണ്ട് പോവാം. അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി ഒരു വെള്ള കളർ വാഗണർ. ഇതേതാ മോഡൽ? ഇത് 2015 VXi. 15 VXi സെക്കൻഡ് ഓണർഷിപ്പ് 71,000 കിലോമീറ്റർ ഓടി. ഇത് 15 ആണെന്നൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കൂല. കാരണം അത്രയും ക്വാളിറ്റി. 4 പുത്തൻ ടയർ. 15നേക്കാളും മെച്ചതാട്ടോ. 15 വണ്ടി അത്രയും ക്ലീൻ അല്ലേ? VXi ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? കിലോമീറ്റർ 71,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. എന്താ വില? ഇത് നമുക്ക് 2,95,000 കൊടുക്കാം. 2015 VXi. അത് മുതൽ സാധനം. ഇത് അടിപൊളി വണ്ടിയാണ്. 5 പുത്തൻ ഡയറക്റ്റ് വണ്ടി ഓടിയിട്ടില്ല. സെറ്റ് അടക്കം പുതിയത്. അതെ, ഇത് 2,95 ഒരു കുഴപ്പമില്ല. മുതൽ സാധനം. മേജർ റീപ്ലേസ്മെന്റ് ഒന്നും മേജറും മൈനറും ഇല്ല. റീപ്ലേസിൽ നമ്മൾ അങ്ങോട്ട് പറയുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ആള് വന്നിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം. എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പൊ എന്തായാലും വരിക, വന്നിട്ട് ഇതൊക്കെ നോക്കിക്കോളാട്ടോ. നല്ല വില കുറച്ചിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. അസൻ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം. ഡീറ്റെയിൽസും കൊടുക്കണേ. അപ്പൊ എന്തായാലും നമ്മുടെ അസൻ ഖാന്റെ റീഡ്രൈവ് അല്ലേ? ഇത് റീ ഡ്രൈവ് ആണ് കേട്ടോ. എല്ലാവരും റെഡ് എന്നാണ് വായിക്കുന്നത് അല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് വണ്ടികൾ ഇപ്പൊ നല്ല കിടിലം വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരുവിധം വണ്ടികളെല്ലാം ചെയ്തല്ലേ? ഒരുപാട് സന്തോഷമുള്ള കാര്യമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ വണ്ടി എടുക്കുക, അവർക്ക് ഉപകാരം കിട്ടിയെന്ന് പറയുന്നതാണ് വലിയ കാര്യം. അപ്പൊ എന്നാൽ ഇപ്രാവശ്യം നമ്മൾ കാണിച്ച വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരും. ബഡ്ജറ്റ് പ്രൈസിൽ തരും അല്ലേ? ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അത് നമ്മൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ, പറയുമ്പോൾ പറയാലോ. അതെ അതെ അതെ. നിങ്ങൾ വരിക, വന്ന് നോക്കുക, വന്ന് നോക്കിയിട്ട് മാത്രം കമന്റ് ഇടുക. അതാണ് അതിന്റെ ഒരു മാന്യത അല്ലേ? ഒന്നും കാണാൻ എന്ത് പറയാനാ? ഇപ്പോൾ വന്ന് നോക്കിക്കോളുക. നിങ്ങൾക്ക് നല്ലൊരു വണ്ടി എന്തായാലും ഹസൻ ഖാൻ്റെ അടുത്തുണ്ട്. ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, കാണാൻ മറക്കണ്ട. വലിയ വണ്ടികൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.